പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം. നമുക്ക് പൊരുതി നേടിയൊരു വിജയം, നമ്മുടെ പറയാ നമ്മുടെ ലൈഫിലെ വേറൊരു മൈൽ സ്റ്റോൺ എന്നാണ് പറയാൻ വേണ്ടിയിട്ട്. കാരണം 2023 തുടങ്ങിയ ഒരു പോരാട്ടം അതിന്റെ ടേക്ക് ലെവലിൽ എത്തിയേക്കുമ്പോൾ എന്താ പറയാ ഒരു വിജയക്കൊടി വീശിയെന്നാണ് പറയാനായിട്ട്. സാഹിത്യ സന്തോഷത്തിലേക്ക് പോകാനായിട്ട് കാരണം എനിക്ക് അച്ഛൻ എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് മതി, അവർക്ക് മമ്മി എന്ന രീതിയിൽ മതി, അങ്ങനെ ആഗ്രഹം. അതുകൊണ്ടാണ് അവര് കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് അവർ തന്ന സർട്ടിഫിക്കറ്റില് ഫാദറിന്റെ സ്ഥാനത്ത് എന്റെ പേരും മദറിന്റെ സ്ഥാനത്ത് ആളുടെ പേര് തന്നെ വെച്ചിട്ട് നമുക്ക് അപ്രൂവ് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്കത് കൈപ്പറ്റാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് കാരണം വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ അതിന്റെ ഒന്നും ഞങ്ങൾ കാര്യം വാങ്ങിച്ചിട്ടില്ല. കാരണമാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. നമുക്ക് വേണ്ടിയിട്ട് കേസ് നമ്മുടെ തന്നെ ഒരു സഹോദരി മാനിക്കാതെ മൊത്തത്തിൽ വേറെ എന്തോ രീതിയിലാണ് ഇപ്പോൾ വിധി വന്നേക്കുന്നത്. ആ വിധിയോട് പലരും ഭയങ്കര സപ്പോർട്ടീവായി സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടെ ഇവർ ഈ രീതി ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ലെസ്ബിയൻ ഗേ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഓക്കെയാണ്. ഞാൻ ആ വിധി അവർക്ക് നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടും. അല്ലാത്ത ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത കണ്ടു. അതായത് ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്ക് കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ ജനന സർട്ടിഫിക്കറ്റിലും മറ്റും ഫാദർ മദർ എന്ന് ചേർക്കേണ്ട, രക്ഷിതാവ് എന്ന് ചേർത്താൽ മതി എന്നുള്ളൊരു വിധി ഹൈക്കോർട്ട് ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ വിധി ജസ്റ്റ് ഒരു സമാധാനം നമുക്ക് കിട്ടുന്ന ഒരു വിധി, അത്രേ എനിക്കതിന് പറയാനുള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ടും ആ വിധിയിൽ സന്തോഷിക്കാൻ എനിക്ക് ഒരു രീതിയിലും ഒരിത് ഞാൻ കാണുന്നില്ല. മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയിൽ നിന്ന് പുരുഷനായി മാറിയ വ്യക്തിയാണ്. വാലിൽ മാൻ എന്നുണ്ട്, അപ്പുറത്ത് ട്രാൻസ് വുമണാണ്. പുരുഷനിൽ നിന്ന് സ്ത്രീയായി മാറിയ വ്യക്തിയാണ്, വാലിൽ വുമൺ എന്നുണ്ട്. 2014 സുപ്രീം കോടതി വിധി പ്രകാരം നെൽസ ജഡ്ജ്മെൻ്റ് അടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തിക്കും എൻ്റെ സെൽഫ് ഐഡൻറ്റിറ്റി എന്താണോ അത് അംഗീകരിച്ചിരിക്കണമെന്നാണ് സുപ്രീം കോടതി വിധി. ഞാൻ ട്രാൻസ്മെൻ്റാണ്, അല്ലെങ്കിൽ ഞാൻ മെയിലാണ്, ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കണം, അതാണ് വിധി. അല്ലെങ്കിൽ അത് തെറ്റാണ്, ശിക്ഷാർഹമാണ്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും പരിഗണന, റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 19, അതുപോലെ 21. ഈ പ്രകാരം എല്ലാ രീതിയിലുള്ള അവകാശങ്ങളും ഒരേപോലെ കൊടുക്കാൻ, എല്ലാ ഇൻഡിവിജ്വലിനും കൊടുക്കുന്ന, ആണിനും പെണ്ണിനും കൊടുക്കുന്ന പോലെ എല്ലാ പരിഗണനയും നമ്മളെ പോലെ വിഭാഗക്കാർ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ ആണാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിച്ചിരിക്കണം, അല്ലാത്ത പക്ഷം അത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കവേ കേരള ഹൈക്കോടതിയുമായി നമ്മൾ അത് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ എന്താ ഉള്ളത്, എന്തെങ്കിലും അതിലൊരു സംഭവം ഉണ്ടോ? പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് സഹദ് അതുപോലെ സിയ ട്രാൻസ് ദമ്പതികളാണ്. സഹദ് ട്രാൻസ്മെൻ്റാണ്, സിയ ട്രാൻസ്വുമനാണ്. ഇവർക്കൊരു കുട്ടി ഉണ്ടായപ്പോൾ സഹദ് അമ്മയായിട്ടും സിയ അച്ഛനുമായിട്ടാണ് ബയോളജിക്കലായിട്ടാണ് അവർ നോക്കിയത്. കോടതിയും അതുപോലെ മറ്റുള്ളത് നോക്കിയത് ബയോളജിക്കലി എന്താണെന്ന് നോക്കിയിട്ടാണ് അവർ അങ്ങനെ വിധി ഇറക്കിയത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, കോടതിയിൽ പോയി അതിനനുസരിച്ച് മൂവ്മെൻറ്റ് നടത്തി. ഇപ്പോൾ ഫാദറോ മദറോ വേണ്ട, അതിന് പകരം പാരൻ്റ് എന്നാക്കിയാൽ മതി എന്നാക്കിയത്. ഒരു സമാധാനം അവർക്ക് കിട്ടി, സത്യത്തിൽ സമാധാനം കിട്ടിയെന്ന് അതിന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു സമാധാനം മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിലൊരു ഹാപ്പിനെസ് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ ആവേണ്ടടുത്ത് അച്ഛൻ തന്നെ ആവണം, അമ്മയാവേണ്ടടുത്ത് അമ്മ തന്നെ ആവണം. അവിടെ പാരൻ്റ് എന്ന് കൊടുത്ത് എനിക്കത് യാതൊരു വിധം ഇതും എനിക്ക് തോന്നുന്നില്ല. പാരൻ്റ് എന്ന രക്ഷിതാവ്, അപ്പോൾ രക്ഷിതാവ് എന്ന് പറയുമ്പം അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ അച്ഛനൊരാൾ അമ്മയായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ അതല്ല എന്ന് പറയുമ്പം ചിന്തിക്കുമ്പം അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ കൂടുതലായിട്ട് സംസാരിക്കാൻ. നമുക്കിപ്പോൾ അച്ഛനും അമ്മ ആ രീതിയിൽ തന്നെ നമ്മളൊക്കെ കണ്ടു വളർന്നത്. അപ്പോൾ പക്ഷേ ഈ വിധി ഗേ, ലെസ്ബിയൻ അങ്ങനെയുള്ള ആളുകൾക്ക് കൊച്ചുങ്ങളുണ്ടാകുമ്പോൾ ഓക്കെയാണ്. ഒരു പാരൻ്റ് എന്ന രീതിയിൽ അവർക്കിത് അംഗീകരിക്കാം. ഈ വിധി അവർക്ക് സഹായമാകും. ലെസ്ബിയൻ, ഗേ ആളുകളൊക്കെ, അല്ലെങ്കിൽ നോൺ ബൈനറി, അതായത് നമുക്ക് കൺഫ്യൂഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നാളെ ഒരു കുട്ടി വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർക്കിതുപോലെ അഡോപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിൽ കുട്ടി ഉണ്ടാക്കിയിട്ട് കുട്ടിയാകുമ്പോൾ അവർക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റിൽ ഇപ്പം 2 പേരും ഗേ ആണെങ്കിൽ ആരുടെ അച്ഛൻ അമ്മ എന്നുള്ളതൊന്നും അറിയില്ല, അപ്പം പാരൻ്റ് ഒന്ന് കൊടുക്കാം. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷനായി മാറി
സർജറിയൊക്കെ ചെയ്ത് കൺവേർട്ടായി ഒരാണും അതുപോലെ തിരിച്ച് പെണ്ണായി മാറിയ സർജറി കഴിഞ്ഞ് പെണ്ണായി മാറിയ ഒരാൾ. പിന്നെയും നമ്മൾ എന്തിനാണ് കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യം? അവിടെ പാരൻ്റ് ഒന്ന് കൊടുത്താണ്ട് അവർക്ക് വലിയൊരു ആഗ്രഹം തന്നെ ആണായിട്ട് കാണണം, എന്നെ ഒരു അച്ഛനായിട്ട് കാണണം, എന്നെ ഒരു അമ്മയായിട്ട് കാണണം അപ്പുറത്ത്. ഇതൊക്കെ അംഗീകരിക്കേണ്ടതല്ലേ കോടതി? ഇത് ബയോളജിക്കലി മാത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് ചെയ്തത്, പാരൻ്റ് എന്ന് കൊടുത്തത്. അപ്പോൾ അത് ഭയങ്കര റോങ്ങാണ്. അതിനെയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അതിന് മോഡിഫിക്കേഷൻ വരണം, ഒരുപാട് മോഡിഫിക്കേഷൻ വരണം. ഇപ്പോൾ ഒരുപാട് ട്രാൻസ് ദമ്പതികൾ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ സ്വയമേ ഞാൻ പുരുഷനാണ്, അപ്പോൾ എനിക്കൊരു അച്ഛനാവണം, അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആണെങ്കിൽ ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊരു അമ്മയാവണം എന്നുള്ള ആ ആഗ്രഹത്തെ ഇതങ്ങോട്ട് തട്ടിമറിക്കുകയല്ലേ സത്യത്തിൽ ചെയ്യുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കല്ലേ. ആ ആഗ്രഹത്തെ അങ്ങ് മാറ്റിയിട്ട് നിങ്ങൾ അമ്മയാവേണ്ട, അച്ഛനാവേണ്ട, രക്ഷിതാവായാൽ മതി. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ ആയി നമ്മളെല്ലാം മാറ്റി ആധാർ ഉൾപ്പെടെ മെയിലായിരിക്കും, എന്നിട്ടാണ് ഈ മാതിരി പരിപാടി. ഈ ട്രാൻസ്മെൻ്റ് ആധാർ മെയിലാണ്, സർട്ടിഫിക്കറ്റ് മെയിലാണ്, ഒക്കെ മെയിലാണ്, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, രക്ഷിതാവെന്ന് കൊടുക്കേണ്ടത്? എനിക്കിത് മനസ്സിലാവുന്നില്ല സത്യത്തിൽ, എന്താണ് നടക്കണമെന്നുള്ളത് എനിക്കിത് മനസ്സിലാവുന്നില്ല. കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഓൾറെഡി മാറിയ ആൾക്കാരാണ്, പിന്നെ എന്തിനാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വീണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞല്ലോ, ഗേയോ ലെസ്ബിയനോ അല്ലെങ്കിൽ മറ്റുള്ള ബൈനറി ആൾക്കാരാണെങ്കിൽ ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. കാരണം അവർക്ക് ഒരേപോലത്തെ ആൾക്കാരായിരിക്കും. ഒരു കുട്ടി അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഒരു ഇതാവേണ്ട വെച്ചാൽ അവർ അംഗീകരിച്ചു കൊടുക്കുക. അല്ലാത്ത പക്ഷം കൺവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തിനാണ് വീണ്ടും ഒരു കൺഫ്യൂഷൻ കോടതി ഉണ്ടാക്കിയത് അവിടെ വീണ്ടും? ഇത് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ആ രീതി ചിന്തിക്കണം. ഇതിന് വീണ്ടും നമ്മൾ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കണം. ഇത് നിർത്താൻ പാടില്ല. കാരണം ട്രാൻസ് ദമ്പതികൾ ആഗ്രഹിക്കുന്നുണ്ട്. പല ട്രാൻസ്മെന്നും അവർ ആധാറിലൊന്നും ട്രാൻസ്ജെൻഡർ ഒന്നും കൊടുക്കാനൊന്നും ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. മെയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ് വുമൺ ആയാലും അങ്ങനെ തന്നെ. അപ്പോൾ അവർ സ്ത്രീയായി മാറി, സർജറി ചെയ്ത് മാറി, പൂർണ്ണമായി സ്ത്രീയായി മാറി അല്ലെങ്കിൽ പൂർണ്ണമായി പുരുഷനായി മാറിയ ആൾക്കാർ എന്തിനാണ് വീണ്ടും ഒരു പാരൻ്റ് ആക്കേണ്ട ആവശ്യം? അവരാണല്ലേ, അവർ പെണ്ണല്ലേ, അവിടെ ഫാദർ മദർ തന്നെ കൊടുക്കണം. അല്ലെങ്കിലാണ് അത് ഭയങ്കര എഗെയിൻസ്റ്റാണ്, പറഞ്ഞ സുപ്രീം കോടതി വിധിക്ക് എഗെയിൻസ്റ്റാണത്. അപ്പോഴും ഈ നമ്മളെ കേരള ഹൈക്കോർട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നൊരു സ്റ്റേറ്റിലെ ഒരു കോർട്ട് വീണ്ടും നമുക്കൊരു നമ്മളെ ബയോളജിക്കലി ഡിസ്ക്രിമിനേറ്റ് ചെയ്യല്ലേ അവിടെ ചെയ്യുന്നത്. വീണ്ടും ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇതിനെ ശക്തമായിട്ട് വീണ്ടും ഇത് പറയുന്നത്. എനിക്കിത് ഒട്ടി യോജിക്കാൻ പറ്റിയൊരു വിധിയല്ലേ ഇത്. താൽക്കാലികം ആശ്വാസം. കാരണം സഹദിന് പണ്ടെന്തായിരുന്നു, ആ കോടതി വിധി ഇങ്ങനെയായിരുന്നു, സഹദ അമ്മയും സിയ അച്ഛനും. അപ്പോൾ അതിനൊരു സമാധാനം കിട്ടിയെന്ന് എനിക്കിതിന് പറയാൻ പറ്റുള്ളൂ. ആ ഇതൊന്ന് മാറ്റി കിട്ടി. അല്ലാതെ ഇതൊരു പൂർണ്ണമായിട്ട് ഭയങ്കര സന്തോഷം കൊടുക്കുന്ന, ഒരു ഭയങ്കര ആഹ്ലാദം കൊടുക്കുന്ന വിധിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മാറിയത് എന്തിനാണ്? ഞാൻ ഒറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലോട്ട് മാറി, അല്ലെങ്കിൽ മുസ്ലിം മതത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഹിന്ദുവായിട്ട് തന്നെ കാണണോ? അല്ലെങ്കിൽ നമ്മൾ മാറുന്നതിൻ്റെ മുമ്പത്തെ മതത്തിലെ ആളായിട്ട് കാണണോ? പിന്നെ ആ കാര്യങ്ങൾ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ മാറിക്കഴിഞ്ഞാൽ മാറിയ ആളായിട്ട് പരിഗണിക്കണം. ഒരാളെ മതം മാറിയാലും ജെൻഡർ മാറിയാലും പൊളിറ്റിക്സ് മാറിയാലും എന്ത് മാറിയാലും അയാളെ മാറിയ വ്യക്തിയായിട്ട് കാണാൻ പഠിക്കണം. അവിടെ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക. എത്തപ്പത് കഥ നിങ്ങളൊന്ന് പറയും. വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഞാൻ മാറി, വീണ്ടും ഇന്നെങ്ങനെ പെണ്ണായിട്ട് കണ്ടാൽ എന്തെങ്കിലും അവസ്ഥ? അല്ലെങ്കിൽ വീണ്ടും ഇന്നൊരു അത് ആണുമല്ല പെണ്ണുമല്ല ഇത് കാണുക, എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ എനിക്കും കൺഫ്യൂഷനാണ്, ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാരും കൺഫ്യൂഷനാണ്, മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ എന്തിനാണ് അതിൻ്റെ ആവശ്യം? അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്, ഗവൺമെൻറ് ആയാലും കോർട്ടായാലും ആരാണെങ്കിലും. ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതല്ലേ അവർ ചെയ്തു തരേണ്ടത്. എനിക്ക് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്തിനാ അതിൻ്റെ ആവശ്യം? ഈ കുട്ടിക്ക് കൺഫ്യൂഷനല്ലേ ഇനി വരാൻ പോകണം. അല്ല ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ട്രാൻസ്മെന്നാണ്, ഞാനിപ്പോൾ ഒരു ട്രാൻസ്മെനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടീൻ്റെ അടുത്ത് പാരൻ്റാന്ന് പറയാം. അപ്പോൾ കുട്ടിക്കിപ്പോൾ ആരാണ് അച്ഛൻ ആരാണ് അമ്മ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് ഞാനാണ് അച്ഛൻ, സർട്ടിഫിക്കറ്റ് വേഗത്തിലൊക്കെ പാരൻ്റ് ഒന്ന് കൊടുക്കുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് കുട്ടി എന്നെ അച്ഛനായിട്ട് കാണാൻ. എന്തിനാ അതിൻ്റെ ആവശ്യം? അപ്പോൾ കോടതി എന്താ ചെയ്യേണ്ടത്? കോടതി എന്താ ചെയ്ത് കൊടുക്കേണ്ടത്? അല്ല അതിനുള്ള ആൾക്കാർ എന്താ ചെയ്ത് കൊടുക്കേണ്ടത്? അതെന്താണോ അതുകൊണ്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കില്ല. കുട്ടിക്ക് കൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്.
ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റാണ്. ആർക്കും ഇവിടെ ഏത് രീതിയിലും മാറാം. ജെൻഡർ മാറാം, പൊളിറ്റിക്സ് മാറാം, മതം മാറാം, അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷെ മാറിക്കഴിഞ്ഞാൽ ആ മാറിയ വ്യക്തിയായിട്ട് കാണണം ആൾക്കാർ. അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ അവിടെയും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല വേണ്ടത്. അതുമല്ല ഇതുമല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കില്ല വേണ്ടത്. ഞാൻ ആ ഒറ്റൊരു കാര്യമേ പറയുന്നുള്ളൂ. ഞാനിത് മൊത്തം LGBTIQ ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. ട്രാൻസ് ആൾക്കാർ കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ഒരു കേസ് ഇവിടെ വരുന്നില്ല. ഞാൻ മാറി, ഞാൻ ആണായി മാറി. അപ്പോൾ എന്നെ ആണായിട്ട് പരിഗണിക്കുക. എൻ്റെ എല്ലാ രേഖയിലും ആണാണ്, മെയിൽ. അപ്പോൾ എന്താണ്, എനിക്ക് ആണെന്ന ലേബലിലാണ്. അപ്പോൾ ഞാൻ അച്ഛനാണ്, സഹോദരനാണ്, അങ്കിളാണ്, ഇനി മുത്തച്ഛനാണ്. ആ രീതി തന്നെ എന്നെ കാണണം. ആ രീതി തന്നെ എനിക്ക് എല്ലാ രീതിയിലും അർഹത എനിക്ക് കിട്ടണം. അപ്പോൾ ആ രീതി തന്നെ കാണണം. അല്ലാതെ അതിനെ പാരൻ്റാക്കി അല്ലെങ്കിൽ എന്താ പറയുക ഗാർഡിയനാക്കി മാറ്റി എടുത്തല്ല വേണ്ടത്. പേരില്ലാത്ത അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരാളാക്കി മാറ്റിയല്ല വേണ്ടത്. എനിക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്, അതാണ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് കാര്യം. പലരും ഇത് മിണ്ടാതിരിക്കേണ്ട ആവശ്യത്തിൽ വരുന്നില്ല. സംസാരിക്കേണ്ട കാര്യം സംസാരിക്കാൻ വേണം. ഞാൻ അത് ചെയ്യുന്നുള്ളൂ. യോജിക്കേണ്ടവർക്ക് യോജിക്കാം, അല്ലാത്തവർക്ക് യോജിക്കാതിരിക്കാം, നോ പ്രോബ്ലം. പക്ഷെ പറയേണ്ട കാര്യം ഞാൻ പറയും. ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇതിൻ്റെ താഴെ, വീഡിയോൻ്റെ താഴെ. ഓക്കെ, നിങ്ങളെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക, അഭിപ്രായം രേഖപ്പെടുത്തുക.